إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതയോടെ പരിപാലിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. പരമകാരുണികനായ റബ്ബ് നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിച്ചതുപോലെ പരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി പുണ്യഭൂമിയായ മക്കയിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഹജ്ജ് എന്നത് ഒരു ജിഹാദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സായുധമല്ലാത്തൊരു ജിഹാദാണ് ഹജ്ജ്. ആയുധങ്ങളുടെയൊന്നും പിൻബലമില്ലാതെ ശരീരവും മനസ്സുമൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ നിർവഹിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും
നിർവഹിക്കാൻ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ് ഹജ്ജ് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇസ്തഅദൻതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജിഹാദ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യുദ്ധം ചെയ്യാൻ പോകുന്ന സ്വഹാബികൾക്കൊപ്പം ഞാനും യുദ്ധത്തിന് പോരട്ടെ, ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അതിന് അനുമതി തരുമോ എന്നൊരു ചോദ്യം ആയിഷ റളിയല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്തൊരു മറുപടി, ജിഹാദ് ഉന്ന അൽ ഹജ്ജ്, നിങ്ങൾക്കുള്ള ജിഹാദ് ഹജ്ജ് കർമ്മമാണ്. ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ പുരുഷന്മാരായ ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടി മരണം വരിക്കുകയോ ശരീരത്തിന് അംഗഭംഗങ്ങൾ നേരിടുകയോ സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് വിധേയരാകുകയോ ഒക്കെ ചെയ്യുന്ന ആ മഹാപുണ്യ പ്രവൃത്തി, അതിനല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലം അത് നിങ്ങൾക്ക് ഹജ്ജിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സായുധമായ ജിഹാദില്ലാത്ത ഈ കാലഘട്ടത്തിൽ സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. സാധാരണ നിലയിൽ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, അതിനെ പറഞ്ഞതുപോലെ ശാരീരികവും സാമ്പത്തികവും ഒക്കെയായ ഒരുപാട് നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അതിനു വേണ്ട യാത്രകൾ, ഒരുക്കങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നത് കഠിനമായ പോരാട്ടമാണ്. ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് ഉറപ്പില്ലാത്ത കാര്യം. എന്നാൽ ഹജ്ജ് എന്നത് അവിടെയുമുണ്ട് ഇത്തരത്തിലുള്ള ചില പോരാട്ടങ്ങൾ. ആ പോരാട്ടം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും. അത് നമ്മളോട് തന്നെ, സ്വന്തം ശരീരത്തെ, അവനവന്റെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും എന്ന് തുടങ്ങി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ജീവിത ക്രമം, അത് നേടിയെടുക്കാൻ ഏതെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ടോ, ആ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഏതോ അത് സഹിക്കുക, അതിന് സന്നദ്ധനായി മാറുക. അത് ഹജ്ജിലേക്ക് വരുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രയിലും ഹജ്ജിന്റെ വ്യത്യസ്തമായ കർമ്മങ്ങൾ, അത് നടക്കുന്ന സമയത്തുള്ള കാലാവസ്ഥ, പ്രത്യേകിച്ച് കഠിനമേറിയ ചൂട്, ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തൊരുമിക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്തമായ രൂപത്തിലുള്ള വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. ഇതെല്ലാം ആ ത്യാഗത്തിന് പുണ്യം നേടിത്തരുന്ന, അല്ലാഹുവിൻ്റെ പ്രീതി നമുക്ക് നേടിത്തരുന്ന പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളും കാര്യങ്ങളുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലവും വളരെ വലുതാണ്. ഹജ്ജ് കർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന.
ഒരു മബ്റൂറായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെ ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിർവഹിക്കേണ്ട കർമ്മങ്ങളെ അതേ താല്പര്യത്തോടെ ആ നീയത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ഹജ്ജ് നിർവഹിച്ച ഒരു വ്യക്തിക്ക് ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത പ്രതിഫലമില്ലാതെ, സ്വർഗമാണ് ആ മനുഷ്യർക്കുള്ള പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഹജ്ജ് കർമ്മം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആത്മീയമായി അത്യുന്നതമായ പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ പാപമംഗലമായ ജീവിതത്തെ ഒന്നടങ്കം കഴുകി ശുദ്ധീകരിച്ച് സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ അന്ന് ഒരു കുഞ്ഞായി നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വരുമ്പോഴുള്ള പാപം, പരിശുദ്ധി, നിഷ്കളങ്കമായ മനസ്സ്, മാലിന്യമില്ലാത്ത ജീവിതം, ആ ഒരു പരിശുദ്ധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു. മനുഷ്യനെ തിരിച്ചെത്തിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമായിട്ടാണ് ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ഹജ്ജ് ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ താഴേക്ക് വീണാൽ നിലത്ത് നിൽക്കുന്ന ഒരാൾ അത് നിലത്ത് വീഴുന്നത് പോലെയല്ല. നേരെ മറിച്ച് ആ വീഴ്ചയ്ക്ക് ആഘാതം കൂടുതലാണ്. ഈ പള്ളിയുടെ മുകളിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുന്നത് അല്പം അപകടം കൂടിയൊരു പണിയാണ്. എന്നതുപോലെ ഹജ്ജ് നിർവഹിച്ച് ഉന്നതിയിൽ നിൽക്കുന്ന, പാപപരിശുദ്ധനായി നിൽക്കുന്നൊരു വ്യക്തി ആ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷവും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സമയത്തുമൊക്കെ അവനിൽ സംഭവിക്കുന്ന അപാകതകൾ, വീഴ്ചകൾ, പോരായ്മകൾ, അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അന്യായങ്ങൾ, അതിൻ്റെ ആഘാതം കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നു. ഉയർച്ച കൂടിയ സ്ഥലത്ത് നിന്നും താഴേക്ക് വീഴുന്നത് പോലെയാണ് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, അതിന് കാഠിന്യം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ചെറിയ പിഴവുകൾ പോലും ഹജ്ജിന്റെ സമയത്തും അതിന് ശേഷവുമൊക്കെ തന്നിൽ സംഭവിക്കുന്നതിന് ഏറെ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട് എന്ന് ഇസ്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ജാഗ്രത പ്രിയമുള്ളവരെ നമ്മിൽ ആവശ്യം. ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ വ്യക്തമാക്കി തരുന്നു. ഹജ്ജിന്റെ പല കർമ്മങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതവും അതുപോലെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ആ രംഗത്തെയുമൊക്കെ ഓർമ്മപ്പെടുത്തി തരുന്നു എന്നുള്ളത്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ അത് നമുക്ക് വരാനിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ഉറച്ച് വിശ്വസിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു റിഹേഴ്സൽ എന്ന് പറയാവുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അതിൻ്റെ ഇഹ്റാം മുതൽ എല്ലാം കഴിഞ്ഞ് തലയിലുള്ള മുടി കളഞ്ഞ് തഹല്ലുലാകുന്നത് വരെയുള്ള ആ സന്ദർഭത്തിൽ ഓരോന്നും നടക്കുന്ന കർമ്മങ്ങളെ പരിശോധിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും. ഇഹ്റാം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മീഖാത്തിലെത്തി നിശ്ചയിക്കപ്പെട്ട സ്ഥലം, ഇഹ്റാമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലം, അതാണ് മീഖാത്ത്. ആ മീഖാത്തിലെത്തി അതുവരെ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ മാറി ഒന്ന് കുളിച്ച് ശുദ്ധിയായി പിന്നീട് 2 വെള്ള വസ്ത്രങ്ങൾ, പുരുഷന്മാരാണെങ്കിൽ ധരിക്കേണ്ടത് 2 വസ്ത്രങ്ങൾ, 2 വെള്ള വസ്ത്രങ്ങൾ. പണ്ഡിതന്മാർ പറയുന്നു ആ 2 വസ്ത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെട്ട്
നമ്മളെ നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ കൂടി യാത്രയാക്കാൻ നമുക്ക് തരുന്നൊരു വസ്ത്രമുണ്ട്. പുരുഷന്മാരാണെങ്കിൽ 3 വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കഫൻ പുടവയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇഹ്റാമിൽ നമ്മൾ ധരിക്കുന്ന വേഷം എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. മരണത്തിന്റെ ഒരു ചിന്ത അവിടെ വരുന്നു. ഇത് നമ്മൾ സ്വയം ചെയ്യുന്നു, മറ്റത് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്തു തരുന്നു എന്നതാണ് ഒരു വ്യത്യാസം. ഇത് നമ്മൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുകയാണ്. പലതും ഒന്ന് കുളിച്ച് ഈ വസ്ത്രമണിഞ്ഞ് പിന്നീട് ഒന്ന് സുന്നത്ത് നമസ്കരിച്ച് ആ രൂപത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നാം നിർവഹിക്കുന്ന യാത്രകളും കർമ്മങ്ങളും ഒക്കെ നമ്മെ പരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അത് കഴിഞ്ഞ് മിനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ടെന്റുകൾ ഒരുക്കപ്പെട്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നേരിട്ട് കണ്ടവരുണ്ട്, വീഡിയോകളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾക്കിടയിൽ അത് കണ്ണിൽപ്പെട്ടവരുണ്ടാകും. ആ മിനയിലെ താമസം എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ഓരോ ടെന്റുകളിലും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൽ താമസിക്കേണ്ട ആളുകളെ നിശ്ചയിച്ച് അവർക്കവിടെ ആകെ ലഭിക്കുന്നത് ഒരു ബെഡ് സ്പേസ് മാത്രമാണ്. ഒരു 2 അടി വീതിയുള്ള 6 അടി നീളമുള്ള ഒരു ബെഡാണ് നമുക്കവിടെ ലഭിക്കുന്നത്. പണ്ഡിതന്മാരത് വെച്ചിട്ട് പറയുന്നുണ്ട്, കൃത്യമായൊരു മനുഷ്യൻ അവൻ ഇറക്കി വയ്ക്കുന്ന ഖബറിനെ അവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ ഒതുങ്ങുക, അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സൗകര്യമല്ല. ആ മിനയിൽ നമ്മൾ താമസിക്കുന്നത്ര ദിവസം അത്രയും നമുക്ക് നിശ്ചയിക്കപ്പെട്ട സൗകര്യമല്ല. ഒരു മനുഷ്യന്റെ ഖബറിനെ അത് ഓർമ്മിപ്പിക്കുന്നു എന്നത് വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ ഒതുക്കപ്പെടുന്ന ഒരു ഓർമ്മ, ഖബറിനെ കുറിച്ചുള്ള ചില ചിന്തകൾ അവിടെ പങ്കുവെക്കപ്പെടുന്നു എന്നത് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അറഫയിലേക്ക് എത്തിയാലും ഇത്തരം ചില ചിന്തകൾ നമുക്കവിടെ കാണാം. മഹ്ശറ സംഗമത്തിന്റെ ഒരു ഓർമ്മയാണ് അവിടെ ഉള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഹജ്ജിന് വേണ്ടി എത്തിച്ചേർന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ഒന്നടങ്കം ഒരേ സമയം അറഫയിൽ സമ്മേളിക്കുകയാണ്. ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്, ഒരേ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും പാപമോചനവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവനവനിൽ ഒതുങ്ങിക്കൂടുന്നൊരു കാഴ്ച നമുക്ക് അവിടെ കാണാം. ഇന്നാണ് വലിയ സംവിധാനങ്ങളൊക്കെ വന്നത്. കുറച്ച് വർഷങ്ങൾക്കപ്പുറം അറഫയിലുള്ള നൃത്തം എന്നൊക്കെ പറയുന്നത് ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് താഴെ ആ ചൂടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് അവിടെ ആ നിലത്ത് മണ്ണിൽ അവനവന് കിട്ടുന്ന സ്ഥലത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ട് അറഫയിൽ നിൽക്കേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അത്രയും നല്ല ത്യാഗം സഹിച്ചുകൊണ്ടാണ് അറഫയിലുള്ള നൃത്തമുണ്ടായിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ കൂടി, അവിടെയൊക്കെ ഹംലകളുടെ അടിസ്ഥാനത്തിൽ ടെന്റുകൾ നിർമ്മിക്കപ്പെട്ടു, നമുക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു. അതിനൊക്കെയുള്ള പൈസ അടച്ചുകൊണ്ട് ആ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എങ്കിലും അവിടെ നമുക്ക് ആ പരിസരത്തൊക്കെ നോക്കുമ്പോൾ കാണാം, ആളുകൾ ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല വെയിൽ കൊണ്ട് അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്ന കാഴ്ചകൾ ആ പരിസരത്തൊന്നടങ്കം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അവിടെ അവനവനെ കുറിച്ചാണ് ചിന്ത. കൂടെയുള്ളവർ പലരും ഉണ്ടാകാം, പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ പാപം, നാം ചെയ്ത അതിക്രമങ്ങൾ, അള്ളാഹുവിനോട് നാം കാണിച്ച അനുസരണക്കേടുകൾ, അതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് അല്ലാഹുവേ, ഈ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ മുഴുവൻ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി ഞാനൊരു പരിശുദ്ധനായി മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനു വേണ്ടി സമയം മെനക്കെടുന്ന ഒരു കാഴ്ചയാണ് അറഫയിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ ലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളൊക്കെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഈ ഭൂമുഖത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും വന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ്. ഇനി ഇതേപോലെ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരായി എൻ്റെ ചോദ്യങ്ങൾക്ക്, എൻ്റെ വിചാരണയെ നേരിടാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക്
ഒറ്റയ്ക്ക് വരുന്നൊരവസ്ഥയുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ. ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ വരിക. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഒരു ആൾക്കൂട്ടവുമില്ലാതെ, കുടുംബമില്ലാതെ, കൂട്ടുകാരില്ലാതെ, ഈ പറഞ്ഞ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് നിന്നുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള വിചാരണയെ നാം നേരിടേണ്ട ഒരവസ്ഥയെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ ഒരു കാഴ്ച അറഫയിൽ കാണാമെന്നുള്ളത് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി തരികയാണ്. മറ്റൊന്ന് മുസ്ദലിഫയാണ്. മുസ്ദലിഫയിലേക്ക് ചെന്നാൽ നമുക്കറിയാം, ഒരു രാത്രി അവിടെ നമ്മൾ താമസിക്കണം. ആകാശമാണ് മേൽക്കൂര. അവിടെ വേറെ ബിൽഡിങ്ങുകളോ ടെന്റ് പോലും ഒന്നുമില്ല. തുറന്ന ആകാശത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴെ നമ്മളങ്ങനെ കിടക്കുകയാണ് ഒരു രാത്രി. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അത്തരത്തിൽ ചില ചിന്തകൾ അത് നൽകുന്നുണ്ട്. ഒരു രാത്രിയിൽ നമ്മുടെയൊക്കെ വലിയ വലിയ സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കി ദീർഘദൂരം യാത്ര ചെയ്ത് ആ മുസ്ദലിഫയുടെ മണ്ണിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ, നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്ത്, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ എന്ന് വേണ്ട നമ്മുടെ പരിസരത്ത് എവിടെയും വീടുകളില്ലാത്തത് കൊണ്ട് പുറത്ത് താമസിക്കുന്ന മനുഷ്യന്മാർ കടത്തിണ്ണകളിലും പാലത്തിൻ്റെ അടിയിലുമൊക്കെ ചെറിയ കൂര കെട്ടിയിട്ടുമല്ലാതെയുമൊക്കെ ഒരു പുതപ്പ് വിരിച്ച് കേവലം ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അത്തരം ചില ചിന്തകൾ മുസ്ദലിഫയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വന്നവരാരാ? അല്ലാഹു ധാരാളമായ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചവർ, ഭൗതികമായി എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞവർ. അവിടെയാണ് അല്ലാഹു അവരെ കൊണ്ടുവന്നത്. എന്നിട്ട് കിടത്തി ഒരു വിരിപ്പ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് വിരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹംലയുടെ കീഴിലാണ് നമ്മൾ പോയത് എങ്കിൽ അവർ വിരിച്ചിട്ട 2-3 ഇഞ്ച് കനമുള്ളൊരു ബെഡ് അവിടെ ഉണ്ടാകും. അതിലേക്ക് കിടക്കുകയാണ് മനുഷ്യന്മാർ. ഇത്തരം ചില ഓർമ്മകൾ അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നത് ഹജ്ജിന്റെ ഗുണപാഠങ്ങളായി എണ്ണിയെടുത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊന്നത്തെ വാക്കും സഹയുമാണ്. അല്ലാഹുവിന് മുമ്പിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി അങ്ങനെ ആലോചിച്ചാൽ പോലും അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, അതുപോലെ പലതുമുണ്ട്. പലതിൻ്റെയും പിന്നിൽ എന്തിനത് പറഞ്ഞു, ഞാനിതെന്തിന് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു പക്ഷേ ഒന്നും ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തവാഫിലും സഅയിലും കുറെ സ്ഥലത്ത് വട്ടത്തിൽ നടക്കണം. സഅയിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നീളത്തിൽ നടക്കണം, കുറച്ച് സ്ഥലത്ത് ഓടണം. അല്ലാഹു പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണ്. കുറെ ഓടുവാനും നടക്കുവാനും വട്ടത്തിൽ ചുറ്റുവാനുമൊക്കെ അല്ലാഹു തആല ആജ്ഞാപിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ആ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മളെ വിളിച്ചു. അതിന് നമ്മൾ ഉത്തരം ചെയ്തു, ലബ്ബൈക് അല്ലാഹുവേ, ഞാനിതാ വന്നിരിക്കുന്നു എന്നുള്ള ആ മന്ത്രോച്ചാരണവുമായിട്ട് ഹജ്ജിൽ ഉടനീളം നമ്മൾ പടച്ചിറപ്പിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നീ പറഞ്ഞതെന്തോ പടച്ചിറപ്പേ, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് ശിരസ്സാ വഹിക്കുന്നു എന്ന് നമ്മൾ സമ്മതിക്കുകയാണ് തവാഫിലും സഅയിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ പുണ്യമുള്ള കർമ്മങ്ങളാണതൊക്കെ. അതിൻ്റെയൊക്കെ മഹത്വത്തെക്കുറിച്ച്, ആ കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എമ്പാടും സംസാരിച്ചത് കാണാൻ സാധിക്കും. ഇനി ജംറയിലേക്ക് ചെന്നാൽ അവിടെ നമ്മൾ കല്ലെറിയുകയാണ്. ചെറിയ ചെറിയ കല്ലുകൾ, കടലമണിയോളം വലിപ്പമുള്ള കല്ലുകളാണ് എറിയേണ്ടത്. ആ ഏറിന്റെ പിന്നിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കി തരുന്നു. അവിടെ നമ്മൾ എറിഞ്ഞൊഴിവാക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പോരായ്മകളാണ്, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ്, നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അസൂയയും അഹങ്കാരവും അതുപോലെ തന്നെ പരവിദ്വേഷവും ഇങ്ങനെ തുടങ്ങി മനസ്സിൻ്റെ രോഗങ്ങളായി പഠിപ്പിക്കപ്പെട്ട അനേകം കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വലിച്ചെറിയേണ്ടത്. ഞാൻ അബ്ദുള്ള, അല്ലാഹുവിൻ്റെ ദാസനാണ് ഞാൻ
എന്നുള്ള വിനയവും ആ കീഴൊതുക്കവും അതൊക്കെ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് ശേഷം അത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയാലും അവിടെ നമ്മൾ ഒഴിവാക്കിയ മാലിന്യങ്ങൾ അതൊന്നും തിരിച്ച് ഏറ്റെടുത്തു കൊണ്ടുവരാതെ പരിശുദ്ധരായി കടന്നു വരാനുള്ള പ്രഖ്യാപനമാണ് ജംറയിലൂടെ ഒരു വിശ്വാസി ആ കല്ലറിയിലൂടെ നടത്തുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരികയാണ്. ഇങ്ങനെ ഹജ്ജിന്റെ ഏത് കർമ്മമെടുത്താലും അതിലൂടെയൊക്കെ നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കും. അവസാനം ആ കർമ്മങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിക്കുന്നത് തലയിൽ നമ്മൾ അറ്റുനോറ്റ് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭംഗിയായി ഈരിയൊതുക്കുന്ന നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന തലമുടി വടിച്ചു കളഞ്ഞുകൊണ്ട് ആ കർമ്മത്തോട് കൂടിയിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. നാം ആ രൂപത്തിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്നൊരു കാര്യം പടച്ച റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് ആ വിഷയത്തിലുള്ള കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് ആ മുടി കളയുന്നത് നമ്മുടെ ജീവിതം പടച്ച റബ്ബിനുള്ളതാണ് എന്നുള്ള പ്രഖ്യാപനത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഹജ്ജ് കർമ്മത്തിന്റെ ഓരോ രംഗത്തും ഇത്തരത്തിലുള്ള ചില ത്യാഗസന്നദ്ധതയുടെ വിളംബരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ കർമ്മങ്ങളെ കുറിച്ചും ഇതുപോലെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കർമ്മത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മുടെയൊക്കെ പല സഹോദരങ്ങളും കുടുംബങ്ങളും ഒക്കെ അതിനുവേണ്ടി ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞു. ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരോഗ്യത്തോടുകൂടി ഹജ്ജ് കർമ്മവും ഉംറയും ഒക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല പറയുന്നൊരു കാര്യമുണ്ട് സൂറത്തുൽ ബഖറയിലൂടെ, ഫഇദാ ഖളൈതും, നിങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ, മനാസിക്കും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് ആ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിൽ വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ആ ഓർമ്മ അത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ വിളവുകളൊക്കെ തീർത്തിരിക്കണം. പുറകിൽ ആൾക്കാർ നിൽക്കുക, കയറിയിരിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് നിലനിർത്തുക എന്നുള്ളത്. ഫഇദാ ഖദൈതും മനാസികകും ഫദ്കുറുല്ലാഹ്, ഹജ്ജിന്റെ കർമ്മങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യം, ഓർമ്മ, ആ സ്മരണ അത് നിങ്ങൾ നിലനിർത്തണം. ഏതുപോലെ? കസിക്രിക്കും ആബാഅകും, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെ. ഖുർആനിൽ വേറെ എവിടെയും കാണാത്തൊരു പ്രയോഗമാണ്. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ ഓർക്കുന്നത് പോലെയെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണമെന്നാണ്. നമ്മുടെ ഉമ്മയെ ഉപ്പയെ അവരോട് സംസാരിക്കാത്ത, മിക്കവാറും അവരെ കാണാത്ത, ദൂരെയാണെങ്കിൽ ഫോണിൽ സംസാരിക്കാത്ത ആളുകളൊക്കെ വളരെ വളരെ അപൂർവമാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ആ ഒരു ഓർമ്മ അത് നമ്മുടെ മനസ്സിലുണ്ട്. അതിങ്ങനെ പച്ചയായി നിലനിൽക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കേണ്ടത് കസിക്രിക്കും ആബാഅകും, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ ഓർക്കുന്നത് പോലെ അള്ളാഹുവിനെയും ഓർക്കണം. ഔ അശദ്ദ ദിക്റ, ഒരു വേള അതിനേക്കാൾ ഒന്നുകൂടി മുകളിൽ ഈ ഓർമ്മയ്ക്ക് സ്ഥാനം വേണമെന്ന്. ഔ അശദ്ദ ദിക്റ, ഉമ്മയെ ഉപ്പയെ ഓർക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫമിനന്നാസ്, മനുഷ്യരിൽ ചിലരുണ്ട്, മയ്യഖൂൽ, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബന ആതിനാ ഫിദ്ദുനിയ, അല്ലാഹുവേ ഐഹിക ലോകത്ത് ഇവിടുത്തെ ഈ ജീവിതത്തിന് ഇവിടുത്തെ വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് നൽകണം. ഈ ദുനിയാവിൽ വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ റിസ്ക്കിന്റെ കാര്യം, അത് വീട്, ഭക്ഷണം, ജോലി, വരുമാനം, അങ്ങനെയുള്ള റിസ്ക്കിന്റെ മേഖലകൾ, അതുപോലെ ദുനിയാവിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നീ ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ. അവരെന്തേ പറഞ്ഞുള്ളൂ? ദുനിയാവിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല അതിനെ വിമർശിക്കുക. അങ്ങനെയുള്ള ആളുകൾ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്,
ഈ ദുനിയാവിന് വേണ്ടത് മാത്രം ചോദിച്ച്, അത് മാത്രം ചിന്തിച്ച്, അതിനുവേണ്ടി മാത്രം കിട്ടിയ ആയുസ് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ തീർത്തു കളഞ്ഞ ആളുകൾ, അവർക്ക് പരലോകത്തേക്ക് വരുമ്പോൾ ഒന്നുമില്ല ഇനി ബാക്കി. പരലോകത്ത് അല്ലാഹു തആല അവർക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുന്നില്ല. അവർ ചോദിച്ചത് ദുനിയാവിലുള്ളതാ, ആ ദുനിയാവിൽ കൊടുത്തു തീർത്തു. ഇനി പരലോകത്തേക്ക് വേണ്ടി അവരൊന്നും ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് പടച്ചിറപ്പൊന്നും കൊടുക്കുകയുമില്ല. പരലോകത്തേക്ക് വരുമ്പോൾ ശൂന്യമായ കൈകളുമായി കടന്നു വരേണ്ട ആളുകൾ അതുപോലെയല്ല നിങ്ങൾ ആവേണ്ടത് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിന് വേണ്ടിയിട്ടും ആഖിറത്തിന് വേണ്ടിയിട്ടും തേടുന്ന ആളുകൾ, ഇത് രണ്ടും ചോദിക്കുന്ന ആളുകൾ, രണ്ടിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവര് അങ്ങനെയും കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരെ പോലെയാണ് ആവേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഐഹികമായ സൗഖ്യം നൽകണം, ഐഹിക ലോകത്ത് വേണ്ടതൊക്കെ നൽകണം. അതുപോലെ തന്നെ പരലോകത്ത് വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് അല്ലാഹുവേ നീ നന്മ നൽകണേ. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരാണ് നല്ല മനുഷ്യന്മാർ. അതാണ് നല്ല നിലപാട്. ഹജ്ജ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾ ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ദുനിയവിയായ ചിന്ത മാത്രമായിട്ടൊരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് കഴിഞ്ഞു വന്നിട്ട് പിന്നെയും ദുനിയാവ് എന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ചു പോകുന്ന ആളുകൾ, അവരെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഒരു പരലോകബോധം വേണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. പരലോകത്തിന് വേണ്ടി ചോദിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നരകശിക്ഷയെ തൊട്ട് കാവൽ തേടണമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ദുനിയാവിൽ ചോദിക്കാം, ദുനിയാവിൽ ജീവിതമുണ്ട്, അതിന് സമ്പത്ത് വേണം, അതിനുവേണ്ടി പണിയെടുക്കണം, ഇതൊക്കെ ചെയ്യാം, പടച്ചവനോട് പ്രാർത്ഥിക്കാം, ഇതൊക്കെ പഠിപ്പിച്ചതാണ്. സമ്പത്ത് വേണ്ടാന്ന് പടച്ചവൻ പറഞ്ഞിട്ടില്ല. സമ്പത്ത് എത്രയും നേടിയെടുക്കാൻ പറ്റുമോ അതിനുവേണ്ടി പണിയെടുക്കണം തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എത്രയോ പ്രവാചകന്മാർ, കോടീശ്വരന്മാരായി ജീവിച്ച പ്രവാചകന്മാരുണ്ട്. രാജാക്കന്മാരായി മണിമാളികകളിൽ താമസിച്ച് ഇവിടെ നിന്ന് വിട്ടുപോയ പ്രവാചകന്മാരുണ്ട്. എത്രയോ സലഫുകളുടെ ചരിത്രം പഠിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നു. അതൊന്നും ഇസ്ലാം പ്രോത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ ചില വ്യവസ്ഥകളെ വെച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ചില മിതമായ സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ച് ചില അതിർവരമ്പുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ഈ രംഗത്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക, അതാണ് മിതമായ നിലപാട് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. ഇത്തരം ചില കാര്യങ്ങൾ, ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആ ചിന്തകളോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് വിധേയമാക്കിയെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരൻ, അല്ലാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച്, അഥവാ ദുൽഹിജ്ജ 9 നോമ്പിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടു. അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ചോദ്യം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, ആ നോമ്പിൻ്റെ മുമ്പുള്ള ഒരു വർഷത്തെയും നോമ്പിന് ശേഷമുള്ള വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും ചെറുപാപങ്ങൾ മുഴുവൻ മായ്ക്കപ്പെടുന്ന അത്രമാത്രം പ്രതിഫലാർഹമായ നോമ്പാണ് ദുൽഹിജ്ജ 9 നോമ്പ് എന്നുള്ളത്. വളരെ കൃത്യമായ ചുരുങ്ങിയൊരു ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ സംബന്ധിച്ച്, ഈ അറഫ നോമ്പിനെ കുറിച്ച്
അതല്ലെങ്കിൽ ദുൽഹിജ്ജ 9 നോമ്പിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളിലൂടെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചത് കാണാൻ സാധിക്കും. നമ്മൾക്ക് അടുത്ത ബുധനാഴ്ചയാണ് ഈ ദുൽഹിജ്ജ 9, വ്യാഴാഴ്ച പെരുന്നാളാണ്. അപ്പോൾ ആ നോമ്പ് വരുന്ന ബുധനാഴ്ച നമ്മളാരും നഷ്ടപ്പെടാതെ കുടുംബത്തോടൊപ്പം ആ നോമ്പെടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ പ്രതിഫലത്തിൽ നമുക്കും പങ്കാളികളാവാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം വ്യാഴാഴ്ച ബലിപെരുന്നാൾ പതിവ് പോലെ നമ്മുടെ ഈദ്ഗാഹ് ഇടപ്പള്ളി ടോളിന് സമീപം BP മരക്കാർ റോഡ് അവിടെയാണ് കഴിഞ്ഞ പെരുന്നാൾ ചെറുപെരുന്നാൾ അവിടെ തന്നെയായിരുന്നു. അതേ സ്ഥലത്താണ് ബലിപെരുന്നാളിൻ്റെ ഈദ്ഗാഹ് ഉണ്ടാവുക. പരമാവധി എല്ലാവരും കുടുംബസമേതം അവിടെ എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുക. മഴയാണെങ്കിൽ പള്ളിയിൽ വെച്ചിട്ടായിരിക്കും നമസ്കാരം ഉണ്ടാവുക, അതുകൂടി ശ്രദ്ധിക്കുക. 7:15 സമയബന്ധിതമായി എല്ലാവരും അവിടെ എത്തിച്ചേരണം എന്നത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സ്വാലിഹായ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ 1-ാം സഫിൽ നമ്മളൊക്കെ കാണുന്നൊരു സലീം സാഹിബ്, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഇന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും അല്ലാഹു തആല എല്ലാവിധ പ്രയാസങ്ങളെയും നീക്കി ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വാക്കുകളുമൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു മാറ്റുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇരു ലോകത്തും റബ്ബിൻ്റെ തൃപ്തി കിട്ടിയ ആളുകളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وآله وأصحابه أجمعين. الحمد لله رب العالمين.